ഹരി ഓം. ഡിവൈൻ വ്ലോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമുക്ക് വാമനമൂർത്തിയെയും മഹാബലിയെയും കുറിച്ചൊന്ന് പറയാം. വളരെ ധർമ്മിഷ്ഠനായിരുന്ന അസുര രാജാവായിരുന്നു മഹാബലി. പ്രഹ്ലാദൻ്റെ പൗത്രൻ കൂടിയായിരുന്നു. ധാരാളം ദാനധർമാദികൾ നടത്തി ജനങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി ഉജ്ജ്വലമായിട്ടാണ് ഭരണം നടത്തിയത്. അങ്ങനെ ദാരിദ്ര്യവും കുറ്റകൃത്യങ്ങളും അഴിമതികളും ഒന്നുമില്ലാതെ വളരെ സന്തോഷത്തോടെ സന്തുഷ്ടരായിട്ടാണ് പ്രജകൾ ജീവിച്ചിരുന്നത്. നാടിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു അന്ന്. നീതിമാനായ മഹാബലിയുടെ കീർത്തി നാടെങ്ങും പടർന്നു. ഇതിൽ ദേവന്മാർക്ക് അസൂയയും അസ്വസ്ഥതയും തോന്നി. അവരുടെ മേധാവിത്വം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടു. അങ്ങനെ മഹാബലിയുടെ വളർച്ച തടയാനുള്ള പദ്ധതികൾ ദേവന്മാർ ആസൂത്രണം ചെയ്തു. ദേവന്മാരുടെ മാതാവായ അതിഥി മഹാബലി ആരാധിച്ചു പോരുന്ന മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ട് സഹായം തേടി. അങ്ങനെ തൻ്റെ ഭക്തനായ മഹാബലിയെ ഒന്ന് പരീക്ഷിക്കാനായി മഹാവിഷ്ണു ഒരു ബ്രാഹ്മണ ഭിക്ഷുവിൻ്റെ രൂപത്തിൽ വാമന അവതാരം എടുത്തു. മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമായിട്ടാണ് വാമനാവതാരം പറയുന്നത്. എന്നിട്ട് മഹാബലിയുടെ രാജ്യത്ത് ചെന്നു. ആ സമയം മഹാബലി പ്രഭാത പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ബ്രാഹ്മണർക്ക് ദാനം നൽകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. തൻ്റെ മുന്നിലെത്തിയ ആ ദരിദ്ര ബ്രാഹ്മണനായ വാമനോട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. തനിക്ക് ഇരുന്ന് ധ്യാനിക്കാനായി 3 അടി മണ്ണ് വേണമെന്ന് ആവശ്യപ്പെട്ടു. വാമനൻ സാധാരണ വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കിയ അസുരഗുരുവായ ശുക്രാചാര്യൻ മഹാബലിയെ വിലക്കി. എങ്കിലും താൻ കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുന്നത് തെറ്റാണെന്ന് മഹാബലി പറഞ്ഞു. അപ്പോഴേക്കും വാമനമൂർത്തി ഭീമാകാരമായ ശരീരം പൂണ്ട് 2 ചുവടുകൊണ്ട് മഹാബലിയുടെ അധീനതയുള്ള ഭൂമി മുഴുവനും അളന്നു. 3ാമത്തെ ചുവട് എവിടെ അളക്കുമെന്ന് ചോദിച്ചു. അല്പനേരം ഒന്ന് ആലോചിച്ചിട്ട് അത് തൻ്റെ ശിരസിലാകട്ടെ എന്ന് പറഞ്ഞ് ബലി തലകുനിച്ചു. ഈ ത്യാഗ മനോഭാവത്തിൽ സന്തുഷ്ടനായ ഭഗവാൻ ബലിയെ അനുഗ്രഹിച്ച് സുതലത്തിലേക്ക് ഉയർത്തി. തൻ്റെ പ്രജകളെ വളരെയധികം സ്നേഹിച്ചിരുന്ന മഹാബലിക്ക് വർഷത്തിൽ 1 തവണ പ്രജകളെ വന്നു കാണാൻ മഹാവിഷ്ണു അനുവാദം കൊടുത്തു. ആ ദിനമാണ് ചിങ്ങമാസത്തിലെ തിരുവോണമായി നമ്മൾ ആഘോഷിക്കുന്നത്. മഹാബലിയുടെ ത്യാഗത്തോടുള്ള ബഹുമാന സൂചകമായി കൊണ്ടാടുന്ന പവിത്രമായ ആഘോഷമാണ് ഓണം. ഭഗവാൻ തൻ്റെ ഭക്തനെ പരീക്ഷിക്കുകയായിരുന്നു. ഭഗവാനിൽ അടിയുറച്ച വിശ്വാസമുണ്ടായതിനാൽ ഇത്ര വേദനിച്ചിട്ടും മാനസികമായി തളരാതെ അസ്വസ്ഥനാകാതെ പൂർണ്ണമായ ത്യാഗം കൊണ്ട് ഭഗവാന് മുന്നിൽ തന്നെ സമർപ്പിച്ചു. ഇതിൻ്റെ തത്വം പറയുന്നത് നമ്മളും അതുപോലെ തന്നെയാണ് വേണ്ടുന്നത്. മനസ്സ് പരിപൂർണമായി ഭഗവാന് വിട്ടുകൊടുക്കുക. നമുക്കും ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകും. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.